പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക്, മൂന്നാമത്തെ ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരു മാസത്തിൻ്റെ പകുതി ദിനങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഓരോ ദിനവും നാം ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 22-ാം അധ്യായം 29-ാം വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 22 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. വിശുദ്ധ വചനം നാം വായിക്കുമ്പോൾ ദൈവം മോശയിൽ കൂടെ ഇസ്രയേൽ ജനത്തിനോട് പറഞ്ഞതനുസരിച്ച് വിവിധ യാഗങ്ങൾ, അർപ്പണങ്ങൾ അവരോട് ഉപദേശിച്ചിരിക്കുന്നു. അതിലൊന്നാണ് സ്തോത്രയാഗം. മോശയോട് പറയുകയാണ്, ജനം ദൈവസന്നിധിയിൽ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ ആ അർപ്പണം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. എന്ന് പറയുമ്പോൾ അർപ്പിക്കുന്ന ആള്, അർപ്പകനായ പുരോഹിതൻ, അർപ്പിക്കുന്ന വസ്തു, ഇവയ്ക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചിരിക്കണം. ഒരു കാളയോ കോലാടോ ചെമ്മരിയാടോ പിറന്നാൽ അത് അതിൻ്റെ അമ്മയുടെ കൂടെ 7 ദിവസം ഉണ്ടായിരിക്കണം. 8-ാം ദിവസം മുതൽ അത് യാഗത്തിന് പ്രാപ്തമാകും. എന്നാൽ ഒരേ ദിവസം തന്നെ പശുവിൻ്റെ ആകട്ടെ ആടിൻ്റെ ആകട്ടെ തള്ളയെയും കുട്ടിയെയും ഒന്നിച്ച് യാഗം കഴിക്കുവാൻ പാടില്ല. ദൈവം പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് യാഗം കഴിക്കണം. മാത്രമല്ല, അത് യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അത് ഭക്ഷിച്ചിരിക്കണം. പിറ്റേ രാവിലത്തേക്ക് അത് നീക്കി വെക്കുവാൻ പാടില്ല. ഇങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങൾ മോശയിൽ കൂടെ ഇസ്രയേൽ ജനത്തിന് നൽകിയിട്ട് പറയുകയാണ്, നിങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്ക് പ്രസാദമാകത്തക്കവണ്ണം വേണം അർപ്പിക്കുവാൻ. പ്രിയ ദൈവജനമേ, 2025 മൂന്നാം മാസത്തിന്റെ 15-ാം ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോ ദിനവും ഓരോ നിമിഷവും നാം അനുഭവിക്കുന്ന നന്മ, അനുഗ്രഹം എത്രയോ വലുതാണ്, ഉന്നതമാണ്. അതിനൊന്നും നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. നമ്മുടെ യാതൊരു മെറിറ്റ് കൊണ്ടുമല്ല നമ്മൾ ഈ പ്രഭാതം കാണുവാൻ ദൈവം അനുവദിച്ചത്. സകലവും ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അതിന് ഞാനും നിങ്ങളും ദൈവത്തിന് എത്ര സ്തോത്രം അർപ്പിക്കുന്നുണ്ട്. 50-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അതെ, ദൈവത്തിന് നമ്മുടെ കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ വിശേഷതയുള്ളതും വിലയുള്ളതും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ സ്തോത്രമാണ്. അല്ലാതെ ജൽപ്പനമല്ല, ആളുകൾ കേൾക്കാൻ വേണ്ടിയുള്ള സ്തോത്രമല്ല. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി ദൈവം പ്രസാദിക്കത്തക്ക വിധത്തിലുള്ള സ്തോത്രമെന്ന അതരഫലം നാം ദൈവത്തിന് കൊടുക്കണം. ഒന്ന് നോക്കിക്കാട്ട്, എത്ര പ്രതികൂലമുള്ള ലോകത്തിൽ
പ്രതിസന്ധികളുടെ ലോകത്തിൽ നാം ജീവിക്കുന്നു. പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കാനിട്ടല്ല, നാം പ്രശ്നത്തിൽ കൂടെ പോകാനിട്ടുമല്ല, പക്ഷേ അവയിലൊന്നും വീണു പോകാതെ തമ്പുരാൻ നമ്മെ പരിപാലിച്ചതിന് ദൈവം അർഹിക്കത്തക്ക വിധത്തിൽ, ദൈവം പ്രസാദിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് ഞാൻ നിങ്ങളും സ്തോത്രം അർപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ നാം നമ്മുടെ ഒരു ദിവസത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നിടം മുതൽ രാത്രി ഉറങ്ങുന്നിടം വരെ നമ്മൾ ദൈവത്തിന് എങ്ങനെയാണ് സ്തോത്രം അർപ്പിക്കുന്നത്? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ ചിലർ 3 നേരം, മറ്റു ചിലർ 2 നേരം, ചിലർ ഒരുപക്ഷെ 1 നേരമെങ്കിലും ഇരുന്ന് നോർമലായി പ്രാർത്ഥിക്കുമായിരിക്കാം. അല്ലാത്ത സമയങ്ങളിൽ നടന്നും വണ്ടി ഓടിക്കുമ്പോഴും അടുക്കളയിലുള്ളപ്പോഴും ഒക്കെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണ്, നമ്മുടെ വലിയ ലിസ്റ്റ് തമ്പുരാനോട് നിരത്തുകയാണ്. പക്ഷേ എത്ര പേര് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നുണ്ട്? നമ്മുടെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നിറയുന്നതല്ലാതെ ദൈവം പ്രസാദിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്തോത്രം എത്രത്തോളം ഉയരുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും സ്തോത്രം അർപ്പിക്കണം. ഇനിയും അനുഭവിച്ച നന്മകൾക്ക് മാത്രം മതിയോ? നാം ഒരു പ്രതികൂലത്തിലായാൽ അതിനും നമ്മൾ സ്തോത്രം ചെയ്യണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ഈ 15-ാം തീയതി അതിരാവിലെ ഈ സഹോദരൻ എന്താണ് പറയുന്നതെന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വന്നിരിക്കുന്ന രോഗത്തിനും ദുഃഖത്തിനും പ്രശ്നത്തിനും പ്രതികൂലത്തിനും ഒക്കെ നാം സ്തോത്രം ചെയ്യണം. അത് ശരിക്കും ദൈവത്തെ അത്രത്തോളം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾക്ക് 24 മണിക്കൂറും കരയാനേ സമയമുള്ളൂ, പെറുപിറുക്കാനേ സമയമുള്ളൂ, എപ്പോഴും പരാതിക്കേ സമയമുള്ളൂ. ഒന്നിലും ഒരു തൃപ്തിയില്ല, ഒന്നിനും ഒരു സന്തോഷമില്ല. ലഭിച്ച എല്ലാ നന്മകളും സെക്കൻഡ് കൊണ്ട് കാറ്റിൽ പറത്തി എല്ലാം മറന്ന്, ആ ദൈവത്തെ തന്നെ മറന്നാണ് നമ്മുടെ സംസാരങ്ങളും എന്തിന് പ്രാർത്ഥനകളും. അങ്ങനെയല്ല. നമ്മുടെ നന്മയ്ക്കും സന്തോഷത്തിനും പണത്തിനും സൗഖ്യത്തിനും മാത്രമല്ല, നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രതികൂലത്തിനും സ്തോത്രം ചെയ്യണം. അതിന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞിരിക്കെ ദാനിയേൽ ദിനം പ്രതി ചെയ്തു വന്നതുപോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് അവൻ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്തിനാണ് സ്തോത്രം ചെയ്തത്? അതെ, എന്നെ സിംഹക്കുഴിയിലേക്ക് ഇടാൻ പോവുകയാണ്. അത് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാതെ ഇരിക്കണം. പക്ഷേ ദാനിയേലിന് ഇത് പറ്റിയില്ല. ദാനിയേൽ അത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുമെന്ന് അറിഞ്ഞിട്ടും ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു. അതെ, ദൈവം അത് സ്വീകരിച്ചു, ദൈവം അതിൽ പ്രസാദിച്ചു. അത്ഭുതകരമായി അതെ, ദൈവം തന്നെ ദാസനെ വിടുവിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സകലരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സിംഹക്കുഴിയിൽ തള്ളിയിടുവാൻ ദൈവം മറ്റൊരു പദ്ധതി രാജാവിൽ കൂടെ ഒരുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന സ്തോത്രത്തിന് എത്രത്തോളം വിലയുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും തിരിച്ചറിയണം. ആകയാൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയും, ഓരോ സ്തുതി ഗീതങ്ങളും, ഓരോ ആരാധനയും, ഓരോ വചന ശുശ്രൂഷയും, ഓരോ സ്തോത്രങ്ങളും ദൈവം പ്രസാദിക്കുന്നതിനായിരിക്കണം. നമ്മുടെ സഭാ ശുശ്രൂഷകനോ അച്ഛനോ പാസ്റ്ററോ നമുക്ക് ലീഡ് ചെയ്യുന്ന ദൈവമക്കളോ പ്രസാദിക്കുന്നതിനും ഒരാത്മീയനാണ്, ആത്മീയ ശുശ്രൂഷയിൽ വളരെ ശക്തമാണ് എന്ന് കാണിക്കുന്ന
പ്രകടനങ്ങളോ ആകരുത്, മറിച്ച് ദൈവം പ്രസാദിക്കണം. ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഇന്നത്തെ ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മെ ഒരുക്കുകയാണ്, നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്റെ പ്രാർത്ഥനകൾ വെറും പരാതിയുടെ കെട്ടഴിക്കലാണോ? പിറുപിറുപ്പൽ ആണോ? കരച്ചിലും സങ്കടങ്ങളും പരാതികളും മാത്രമാണോ? അല്ല. സന്തോഷത്തിനും അനുഭവിക്കുന്ന നന്മയ്ക്കും കൈനാളിൽ തന്ന എല്ലാ നന്മകൾക്കും സ്തോത്രവും, ഇന്ന് ഞാനും എന്റെ കുടുംബവും കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അതിനും സ്തോത്രം ഉള്ളു തുറന്ന് പറയുന്ന ഒരു ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയാണോ, സ്തോത്രയാഗമാണോ എന്നിൽ നിന്ന് ഉയരുന്നത് എന്ന് ഈ പകൽ നമുക്ക് സ്വയം വിലയിരുത്താം. എവിടെയെങ്കിലും കുറവുണ്ട്, പോരായ്മയുണ്ട്, ദൈവം പ്രസാദിക്കുന്നത് പോലെ അല്ല നിർഭാഗ്യവശാൽ ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ആരാധനയിൽ പങ്കുചേർന്നത് എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയാൽ, പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ യഥാസ്ഥാനപ്പെടുക, ക്രമീകരിക്കുക, തെറ്റുകൾ തിരുത്തുക. വചനം നമ്മെ പഠിപ്പിച്ചതുപോലെ, വചനത്തിൽ നമുക്ക് നിർദ്ദേശം തന്നതുപോലെ ദൈവം പ്രസാദിക്കുന്ന വിധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ ഇന്നത്തെ ദിനം ഇടയാവട്ടെ. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം സന്തോഷിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ആത്മീയ ജീവിതത്തിന്റെ ഉടമകളായി നാം ഈ ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാത്രം തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരാഴ്ചവട്ടത്തിലേക്ക്, ഒരു വീക്കെൻഡിലേക്ക് ഞങ്ങളെ ഇവിടുന്ന് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഓരോ ദിനവും അങ്ങയിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. മോശയിൽ കൂടെ തന്റെ ജനത്തോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ സ്തോത്രങ്ങളും ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടിവരവുകളും ദൈവം പ്രസാദിക്കുന്ന വിധത്തിലുള്ള സ്തോത്രങ്ങളായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെയും പോരായ്മകളെയും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവ കൃപകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ദൈവവചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്വയം ശോധന ചെയ്യുവാനും തിരുത്തപ്പെടേണ്ടതെങ്കിൽ തിരുത്തപ്പെടുവാൻ വചനപ്രകാരം ക്രമീകരിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവ് പ്രസാദിക്കുമാറ് ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരുക്കപ്പെടുവാനും സഹായിക്കണം. എല്ലാ നന്മകളാലും അനുഗ്രഹം നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. നാം നമ്മെ തന്നെ കാണുന്ന ദിനമായി തീരട്ടെ. നമ്മുടെ ഓരോ സ്തോത്രങ്ങളും, ഓരോ പ്രാർത്ഥനകളും, ഓരോ ആരാധനകളും, ചെറുതും വലുതുമായിട്ടുള്ള ശുശ്രൂഷകളും, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും ദൈവം പ്രസാദിക്കുന്നതായി തീരണം. അതിന് വിപരീതമായി അല്ല, അങ്ങനെ അല്ലാത്ത അവസ്ഥയിലാണ് എന്ന് തോന്നിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ക്രമപ്പെടുത്തുക, ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുക. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി അനുഗ്രഹം പ്രാപിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.